നിർമ്മത്തമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ഇഷ്ടമാത്രേ പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപദപുരേ കന്ദഭാഗ്യം ജനാനാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം സച്ചിദാനന്ദമൂർത്തിയാണ് ഭഗവാൻ. ഭഗവാൻ സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. സത്യം മൂന്ന് കാലത്തും മാറാതെ നിലനിൽക്കുന്ന ആ സത്യം, ചിത്തബോധം നമ്മുടെ ഉള്ളിൽ എന്നും ഞാൻ എന്നുള്ള ആ ചിത്ത് ആനന്ദമാണ് ഭഗവാൻ. കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമസഹസ്രേണഭാസ്യമാണ്. കാലത്തിനും ദേശത്തിനും അതീതനാണ് ഭഗവാൻ. ഉപനിഷത്താര് സർവസ്വമാണ് ഭഗവാൻ. തത്താവ് ഭാവി സാക്ഷാത് പവനപുരി അന്ത ഭാഗ്യം ജനാന. തന്നെ ആശ്രയിക്കുന്നവരെ ഭഗവാൻ രക്ഷിക്കും. അങ്ങനെ പറഞ്ഞ ഭഗവാന്റെ സുഖവും ആഹാരവും വർണ്ണിച്ചതിന് ശേഷം വളരെ മനോഹരമായിട്ട് തന്നെയാണ് രണ്ടാമത്തെ ദശകം വർണ്ണിച്ചിരിക്കുന്നത്. നമുക്കിപ്പോ എല്ലാ ദശകവും ഒന്നൊന്നിട്ടൊക്കെ പറയാനായിട്ട് സമയമില്ല, അതുകൊണ്ട് കുറച്ച് ചിരിക്കുകയാണ് പറയുന്നത്. രണ്ടാമത്തെ ദശകം ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തി മഹത്വവും. അതായത് ഭഗവാനെ പാദം മുതൽ ശിരസ് വരെ അത് മനോഹരമായി വർണ്ണിച്ചിരിക്കുകയാണ്. സൂര്യസ്പർത്തി കിരീടമോത്തോടുള്ള പ്രഭാസിഭാലാന്തരം. സൂര്യനേക്കാൾ ശോഭയേറിയ കിരീടം, ഗോപിക്കുറി ചാർത്തി നിന്നുന്ന നെറ്റിത്തരം, ദേവനിഞ്ഞൊഴുകുന്ന കണ്ണുകൾ, പുഞ്ചിരി, മനോഹരമായ മൂക്ക്, മകരകുണ്ടലങ്ങൾ, കൗസ്തുഭം, വനമാല, മുത്തുമാല, ശ്രീവത്സം എന്നിങ്ങനെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഭഗവാന്റെ രൂപം നെൽപ്പത്തിലൂടെ വർണ്ണിച്ചിരിക്കുന്നത്. എത്രയും യോഗ്യമതീയ സൂര്യമഹിതം സമ്മോഹനമോഹന കാന്തങ്കാല വിധാന ഭൂമധുര മാധുര്യ ഭൂയാകവി സൗന്ദര്യോത്തരതോട് സുന്ദരതരം സുദൂരം ആശ്ചര്യബോധ്യാശ്ചര്യം ഭുവനേന തസ്യ പുതുകം പുഷ്പാണി വിഷ്ണോ വിഭോ. അതായത് ഭഗവാനെ ഈ മൂന്ന് ലോകത്തെ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായതിൽ വെച്ച് ശ്രേഷ്ഠം, ഏറ്റവും മോഹനമായതിനേക്കാൾ മോഹനം, ഏറ്റവും തേജസ്സുള്ളതിനേക്കാൾ തേജസ്സുള്ളതും, സൗന്ദര്യോത്തരതോട് സുന്ദരതരം, സൗന്ദര്യമുള്ളതിനേക്കാൾ മധുരം, ഏറ്റവും സൗന്ദര്യമുള്ളതിനേക്കാൾ സുന്ദരം, ആശ്ചര്യം ഭുവനേന തസ്യഭൂതം കൃഷ്ണാദി വിഷ്ണോ വിഭോ. അത്ഭുതമുള്ളതിനേക്കാൾ അത്ഭുതകരം. ഗുരുവായൂരപ്പ, ആരാണ് നിന്റെ ഈ സ്വരൂപത്തിൽ ആകർഷിക്കപ്പെടാത്തത്? അങ്ങനെ ഒന്നും രണ്ടും ദശകങ്ങൾ അദ്ദേഹത്തിന് വാദരോഗം അധികം ബാധിച്ചിട്ടില്ലാത്തതുകൊണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ വർണ്ണിച്ചു. മൂന്നാമത്തെ ദശകം ആർത്തപ്രലാപമായിരുന്നു. അതായത് രോഗവും ഭക്തിയും തമ്മിലുള്ള വടംവലി തന്നെ അവിടെ കാണാമായിരുന്നു. ഭജനം നിർത്തണമോ തുടരണമോ എന്നുള്ള ആ ഒരു ചിന്ത അവസാനം
അദ്ദേഹത്തിന് വാതരോഗം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടായി. ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചു, ഭഗവാനെ ശിവനെയും നാരദനെയും പോലെ ഭഗവാനെ കീർത്തിച്ച് നടത്താൻ എനിക്ക് അല്പമെങ്കിലും എന്റെ രോഗം ഒന്ന് മാറ്റിത്തരണമേ. മുഴുവനായിട്ട് മാറ്റാനായിട്ട് പറയുന്നില്ല, അതിന്റെ കാഠിന്യം ഒന്ന് കുറച്ചു തരാനാണ് അതിൽ പറയുന്നത്. നാരായണത്തിലെ ആദ്യമായിട്ട് രോഗത്തെപ്പറ്റി പറയുന്നത് ഈ ശ്ലോകത്തിലാണ്. ക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസഭരേതേ അനാസക്തം ചിത്തം ഭവതി തവ വിഷ്ണോ ഗുരുദയാ ഭഗവത്പാദാംഭോജ സ്മരണരസികൂനാമനിബന്ധാൻ അഹം ഗായം ഗായം ഉപജനവസ്യാമവിജനേ അഹം ഗായം ഗായം ഉപജനവസ്യാമവിജനേ. ആരുമില്ലാത്ത വല്ല സ്ഥലത്തും പോയി ഞാൻ ഇരിക്കണമോ? ഭഗവാനെ ഞാൻ ഭക്തിയെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ, എനിക്ക് ഭക്തി മാത്രം തരൂ. നമ്മൾ പ്രാർത്ഥിക്കും, ഭക്തി മാത്രം തരുമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് സ്വത്ത് തരൂ, പണം തരൂ, എനിക്ക് ആരോഗ്യം, എന്റെ രോഗം മാറ്റി എനിക്ക് ആരോഗ്യം തരണമേ ഭഗവാനെ. പൂർണ്ണമായ അഷ്ടാംഗ യോഗം ചെയ്തത് കൊണ്ട് ഞാൻ അവിടുത്തെ പൂജിക്കാം എന്നാണ് 4ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. 5 മുതൽ വിരാജപുഷ്പത്തി വിരാജസ്വരൂപ വർണ്ണന ബ്രഹ്മാണ്ട നമുക്ക് പ്രളയ വർണ്ണനം ശുദ്ധഭേദങ്ങൾ ഹിരണ്യാക്ഷന്റെയും ജനനം അങ്ങനെ പോകുന്നു. 8ാമത്തെ ദശകത്തില് പ്രളയവർണ്ണന, അതില് 13ാമത്തെ ശ്ലോകം അനന്തഭൂമാമരോഗനാശം വിഷ്ണു. അതായത് ഈ ശ്ലോകം ഈ 8ാമത്തെ ദശകത്തിലെ 13ാമത്തെ ശ്ലോകം ദിവസം 11 പ്രാവശ്യം ചൊല്ലിയാല് നമ്മുടെ അസുഖങ്ങളെല്ലാം മാറും. ക്യാൻസറിനെ പോലും ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റിയിട്ടുള്ള ആണ് ഈ ശ്ലോകം. പക്ഷെ എങ്ങനെ പ്രാർത്ഥിക്കണം? മനസ്സറിഞ്ഞ്, മനസ്സ് ശുദ്ധമാക്കി വെച്ചിട്ട് ഈ ശ്ലോകം പ്രാർത്ഥിക്കുക. അതായത് പരബ്രഹ്മസ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പ വിഷ്ണു, ഈ പാദകമലത്തിൽ ഇപ്രകാരം ബ്രഹ്മാവിനെ ആവിർഭവിപ്പിച്ചവരും അപരിശിന്ന മാഹാത്മ്യശാലിയും ആയ അവിടുന്ന് എന്റെ രോഗ സമൂഹത്തെ നിവാരണം ചെയ്താലും എന്നാണ് ഈ 8ാമത്തെ ദശകത്തില് 13ാമത്തെ ശ്ലോകത്തില് പറയുന്നത്. അതായത് ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. ശ്രീമൻ നാരായണൻ വെറുമൊരു പുസ്തകമല്ല, വേദാന്ത സാരമാണ്. വേദം എന്നാൽ അറിവ്, വേദാന്ത സാരം അറിവിന്റെ അറ്റം. അതായത് എന്തറിഞ്ഞാലോ ആണോ ഇനി ഒന്നും അറിയാണ്ടത്, അതാണ് വേദം. ശ്രീ ഗുരുവായൂരപ്പൻ വെറുതൊരു വിഗ്രഹമല്ല, സാക്ഷാൽ പരബ്രഹ്മമാണ്. അത് ഓർമ്മിക്കുക. നമ്മളിപ്പോ ശ്രീമന്നാരായണ ഏത് ആധ്യാത്മികത പഠിക്കുന്നെങ്കിൽ നമ്മള് കുഞ്ഞു നാളിലെ അതൊക്കെ പഠിക്കേണ്ടതാണ്. കാരണം വാർത്തകത്തില് നമുക്ക് പഠിക്കേണ്ട, അതായത് നമ്മൾ ചെറിയ പഠിച്ചാലേ ഇതെല്ലാം ഇപ്പൊ നമുക്കിപ്പോ ഒരു 70-80 വയസ്സായാല് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പറ്റില്ല. കാരണം ഒരു സ്വാമിജിയോട് ഒരു അമ്മ പറഞ്ഞു,
വന്നോളൂ. അശോക് സ്വാമി ഞാൻ വരാൻ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ വീണ്ടും കണ്ടു. എന്തേ പഠിക്കുന്നില്ലേ? അല്ല സ്വാമിജി, എനിക്ക് 2 പെൺമക്കളാണ്. അപ്പോ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാം. ആയിക്കോട്ടെ. കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും കണ്ടോ. എന്താ കല്യാണം കുട്ടി, പഠിക്കുന്നില്ലേ? അത് എനിക്ക് 2 കൊച്ചു മക്കളാണ് സ്വാമിജി, ഇനിയിപ്പോ അവരെയും കൂടെ നോക്കിയിട്ട് ഞാൻ പഠിക്കാൻ പറ്റും. ഓ ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും സ്വാമിജി കണ്ടു. എന്താ കല്യാണത്തിന് പഠിക്കുന്നില്ലേ? പഠിക്കണം സ്വാമിജി, എന്റെ മോക്ക് വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ വരാം. അത് കഴിഞ്ഞ് അവര് പഠിക്കാനായിട്ട് ചെന്നു. പഠിക്കാൻ ചെന്നപ്പോ സ്വാമി പഠിപ്പിച്ചു. സാമ്രാനന്ദാവ് ബോധാത്മകമന്വം, ആ ഒരു വരി തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് പറ്റില്ല സ്വാമിജി, ഞാൻ എന്ന് പഠിച്ച് ഇവിടുത്തെ മതി, ഇനി എനിക്ക് പറ്റില്ല, ഞാൻ നിർത്തി പോവാണെന്ന് പറഞ്ഞു. അടുത്ത ദിവസം കേൾക്കുന്നു അവര് മരിച്ചു. അപ്പോ അതാണ് നമുക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് കുഞ്ഞിലേ തന്നെ കിട്ടേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇപ്പോ ഇതൊരു നമ്മളെ ഇവിടെ കൂടി പണ്ടേ പഠിക്കേണ്ടതായിരുന്നു എന്ന്. പക്ഷെ നമുക്ക് പരിപൂർണ്ണ സമയമുണ്ട്. ഭഗവാൻ എപ്പോഴാണോ പറഞ്ഞിരിക്കുന്നത് അപ്പോഴേ ഇതുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കുഞ്ഞുനാൾ മുതൽ പഠിപ്പിച്ചെടുക്കുക. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമ്മള് വീണ്ടും ഒരു വ്യാസനായി തന്നെ അവതരിച്ച ഘട്ടത്തിൽ ആ നിയോഗം നിർവഹിച്ച് കൊല്ലവർഷം 221 ഭഗവത്പാദം ഉണ്ട്. Mm-hmm.